സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കെയർ മാർക്കറ്റിലാണ്. കെയർ മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിൽ മെട്രോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ബാംഗ്ലൂർ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിൻ്റെ ഏറ്റവും അടുത്താണ്. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കെയർ മാർക്കറ്റിൽ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ചരിത്ര ശേഷിപ്പുകൾ കാണാൻ പറ്റും. ഒന്ന് ടിപ്പുവിൻ്റെ സമ്മർ പാലസ്, രണ്ട് ബാംഗ്ലൂർ ഫോർട്ട്. ഇതെല്ലാം കൂടെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാവുന്നേ ഉള്ളൂ. ബാംഗ്ലൂർ ഫോർട്ടിന് തൊട്ടടുത്താണ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ഉള്ളത്. വിക്ടോറിയ ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂർ ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ ഫോർട്ട് ഓപ്പൺ ആയിരുന്നു. അതുമാത്രമല്ല, അവിടെ അപ്പം എൻട്രി ഫീസും ഇല്ലായിരുന്നു. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഫോർട്ടിൻ്റെ മേളിൽ നമുക്ക് പ്രവേശനമില്ല, താഴെ മാത്രമേ ഉള്ളൂ. താഴെ കൂടെ കയറി താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. മേലോട്ട് എൻട്രി ഇല്ല, അത് ഗേറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം. ബാംഗ്ലൂർ ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1537 ഇതൊരു മണ്ണ് കൊണ്ടാണ് ഈ ഫോർട്ട് ആദ്യം നിർമ്മിച്ചത്. അത് നിർമ്മിച്ചത് കെമ്പഗവഡെ ആയിരുന്നു, ഫൗണ്ടർ ഓഫ് ബാംഗ്ലൂർ. അദ്ദേഹം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു അഡ്വൈസർ ആയിരുന്നു. അപ്പോൾ ആ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ബാംഗ്ലൂർ ആയിരുന്നല്ലോ അവരുടെ ക്യാപിറ്റൽ. അപ്പോൾ ആ സമയത്താണ് അവർ ഈ ബാംഗ്ലൂർ ഫോർട്ട് പണിയുന്നത്. അതിനുശേഷം 1761 ടിപ്പു സുൽത്താൻ്റെ ഫാദറായ ഹൈദരലിയാണ് മണ്ണ് മാറ്റി കല്ലുകൾ കൊണ്ടിട്ട് ഈ ടിപ്പു സുൽത്താൻ്റെ ഈ ഫോർട്ട് പണിയുന്നത്. ഈ ഫോർട്ട് പണിത് തുടങ്ങി പിന്നീട് ടിപ്പുവിൻ്റെ കാലത്താണ് ഇത് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തി 18-ാം നൂറ്റാണ്ടിൽ പൂർണ്ണമായും സജ്ജമായത്. ടിപ്പുവിൻ്റെ ആയുധപ്പുരയായിട്ടും പിന്നെ ജയിലൊക്കെ ആയിട്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 1791 മൈസൂർ ആംഗ്ലോ വാറിന് ശേഷം ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുകയും പിന്നെ അവരാണ് താവളമായിട്ട് അവരത് ഉപയോഗിച്ച് പോവുകയുമായിരുന്നു. അപ്പം നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ളൂ ഇപ്പോൾ കാണാനായിട്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ 2005 ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അതിനകത്ത് വേറൊരു കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പണിഞ്ഞ സമയത്ത് ഏകദേശം 1 മൈലിലായിരുന്നു ഈ ബാംഗ്ലൂർ കോട്ടയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ 5% മാത്രമേ ബാക്കിയുള്ളൂ. കുറേയൊക്കെ നശിപ്പിക്കപ്പെട്ടു, പിന്നെ കുറേയൊക്കെ കാലക്രമേണ അതിങ്ങനെ നശിച്ചു പോയി. ഇതൊക്കെയായിരുന്നു ഇത് കോട്ടയ്ക്കകത്തുള്ള കാഴ്ചകൾ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ജയിലായിരുന്നു അന്നത്തെ കാലത്ത് അവരെ പാർപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നോക്കി ആ ജയിലിൻ്റെ ഒരു കവാടത്തിൻ്റെ ഒരു വലിപ്പം കണ്ടോ. നമ്മളൊരു മനുഷ്യൻ നിന്ന് കഴിഞ്ഞാൽ തീരെ ചെറുതാണ് അതിന് മുമ്പിൽ. നമ്മുടെ ഒരു 5 ഇരട്ടി 6 ഇരട്ടി പൊക്കം ഉണ്ടാവും ആ ഒരു ഗേറ്റിന്. ഇപ്പം പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസീസ് ആണ് ഇതിന് സുരക്ഷ ഒരുക്കുന്നത്. പോലീസുകാരെ ആരെയും അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചില്ല അവിടെ. അന്നത്തെ കാലത്തെ ഒരു സൈനിക നിർമ്മിതിയും അതിൻ്റെ ഒരു ടെക്നോളജിയൊക്കെ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ഒരുപാട് ടെക്നോളജിയുടെ ഒന്നും സഹായമില്ലാതെ ഇതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഈ കോട്ടയ്ക്കകത്ത് നമുക്കിപ്പോഴും ഒരു അമ്പലം കാണാൻ പറ്റും. അമ്പലത്തിന് മുമ്പിൽ ഒരു ബിംബം ഇരിപ്പുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായില്ല അത് എന്താണെന്ന് കണ്ടിട്ട്. അത് നന്ദീശ്വരനെ പോലെ ഇരിക്കും, പക്ഷെ അത് നന്ദീശ്വരനാണോ അതോ ആരാണെന്ന് നമുക്ക് മനസ്സിലായില്ല. നിങ്ങളിപ്പോൾ കാണുന്നതാണ് അമ്പലം. ആ അമ്പലം ഇപ്പോഴും ആവശ്യങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി അലൗഡ് ആണ്. ആവശ്യക്കാർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുത്ത് മടങ്ങാനായിട്ടുള്ളൊരു സാവകാശമുണ്ട്. 9 കവാടങ്ങളിലായിരുന്നു ഇതുണ്ടായിരുന്നത് പണ്ട്. പക്ഷേ ഇപ്പം 1-2 കവാടം മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുന്നത്. അന്നത്തെ ടിപ്പുവിൻ്റെ സൈനിക ശേഷി വിളിച്ചറിയിക്കുന്ന ഒരു പണിയായിരുന്നു ഇത്. അത്രയ്ക്ക് വലിയൊരു കോട്ടയായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ 5% മാത്രമേ ഉള്ളൂ ഇപ്പം ബാക്കിയായിട്ടുള്ളത്. ചില ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായ ചില സൈനിക നടപടിയുടെയൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അതിൻ്റെ ശേഷിപ്പുകളൊക്കെ അവർ ഇപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വിസ്മയം തന്നെയാണ് കാണുമ്പോൾ തന്നെ. ഏകദേശം 18-ാം നൂറ്റാണ്ടിൽ പണിഞ്ഞ ഒരു കോട്ട അതിപ്പോഴും ഇത്രയെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്നുള്ളതിനാണ് കാര്യം. പിന്നെ അതിൻ്റെ തൊട്ട് കോട്ടയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി ഇത് എവിടെയാണെന്ന് എൻഡ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ മതിലൊക്കെ ഉണ്ട്. മതിലൊക്കെ പകുതിയും പൊളിഞ്ഞു പോയി. പിന്നെ തെരുവ് കച്ചവടക്കാരെ കൊണ്ട് എല്ലാം നിറഞ്ഞിരിക്കുന്നു. ഇത് കെയർ മാർക്കറ്റിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.